meditation. Let's turn to the book of 1 Corinthians chapter 11 verse 23 to 26. അമേൻ. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശ്രദ്ധയ്ക്കായി തന്നെ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 23 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. It reads like this. For that which I received from the Lord, I also delivered to you, that the Lord Jesus, on the same night when he was betrayed, took the bread, and when he had given thanks, he broke it and said, "Take, eat, this is my body which is broken for you. Do this in the remembrance of me." In the same manner, he also took the cup after supper, saying, "This cup is the new covenant in my blood. This do as often as you drink it in remembrance of me. For as often as you eat this bread and drink this cup, you proclaim the Lord's death till he comes." ഇങ്ങനെ വായിച്ചു തുടങ്ങുന്നു 23-ാം വാക്യം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവിടുന്ന് അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവിടുന്ന് പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. Amen. This morning we have the Lord's table in front of us, and I felt inspired in my spirit to share some things concerning the Lord's table. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ തിരുമേശ നമ്മുടെ മുമ്പാകെ ഉണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് വചനത്തെ ധ്യാനിച്ചപ്പോൾ ഇതിനെപ്പറ്റി ആഴമായി നിങ്ങളോട് സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചു. Growing up in the Pentecostal church, I have actually only heard one message dedicated on the Lord's table. ആമേൻ. ഞാൻ ഒരു പെന്തക്കോസ്ത് സമൂഹത്തിൽ വളർന്നു വന്നപ്പോൾ ഒരു മെസ്സേജാണ് ഈ കർത്തൃമേശയിൽ എനിക്ക് എപ്പോഴും കേൾക്കുവാൻ ഉണ്ടായിരുന്നത്. Most traditional Pentecostal churches, what they will do is they will have one message, and then when they get ready to do the Lord's table, they will quickly say a second 5 or 10 minute message and do the Lord's table. ആമേൻ. സാധാരണ ഒരു പെന്തക്കോസ്ത് സഭയിൽ കടന്നു പോകുമ്പോൾ അവർ മെസ്സേജ് പറയും. അത് കഴിഞ്ഞിട്ട് 5-10 മിനിറ്റ് എടുത്തിട്ട് കർത്തൃമേശയെ പറ്റി പെട്ടെന്ന് ചുരുക്കത്തിൽ പറഞ്ഞിട്ട് എടുക്കുന്നതായി കാണാം. In our church, what we like to do is when our message we transition to the Lord's table, we don't do two separate messages like. ആമേൻ. എന്നാൽ ഈ സഭയിൽ കാണുന്ന പറഞ്ഞ ഒരു ദൂത് പറയുമ്പോൾ ആ ദൂത് അവർ കർത്തൃമേശയിലേക്ക് പോകുന്ന രീതിയിലാണ് ആ ദൂത് വിളിച്ചു പറയുന്നത്. But sometimes I think it's important that we as a church have a good grasp on some of these things. എന്നാൽ നമ്മൾ ഒരു സഭയിലായിരിക്കുമ്പോൾ, പെന്തക്കോസ്ത് സമൂഹത്തിലായിരിക്കുമ്പോൾ ഇതിനെപ്പറ്റി ഒരു ആഴമായ ഒരു ഗ്രാഹ്യം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Yeah, we learned this in Sunday school, or when we take the baptism we will talk about it, but sometimes we forget the seriousness or some of the relevance behind it. So this morning, don't expect anything new, but I want to remind us certain biblical truths concerning the Lord's table. ആമേൻ. സൺഡേ സ്കൂളിൽ ഒരുപക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടാകാം, ഒരുപക്ഷെ നമ്മൾ സ്നാനം എടുക്കുമ്പോൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടാകും. എന്നാലോ ഇന്ന് പ്രധാനമായും നമുക്ക് പുതിയതായിട്ടൊന്നും പറയുന്നില്ല, എന്നാൽ ഇതിനെപ്പറ്റി ചില കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങൾ ഊന്നി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So the title of my message tonight, this morning, is Redefining the Table of Remembrance. കർത്തൃമേശയെ പറ്റി ഒരു പുനർചിന്തനം എന്നുള്ളൊരു ടൈറ്റിലോട് കൂടി ഞാൻ ഇത് ആരംഭിക്കട്ടെ. ഓർമ്മപ്പെടുത്തേണ്ട മേശയെ മാറ്റി എഴുതിയ Redefining the Table of Remembrance. ആ മേശയുടെ ഓർമ്മപ്പെടുത്തലിന്റെ മേശ, അതിനെ ഒന്നുകൂടെ റീഡിഫൈൻ ചെയ്ത് ഒന്നുകൂടെ അവലോകനം ചെയ്തതായിട്ട് ഞാൻ പറയുന്നു. We have to understand some things. In Christianity, we have certain things called an ordinance. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്താണ് ആചാരങ്ങൾ എന്ന് പറയുന്നത്. Yes, ordinance is a required spiritual ceremony done according to a set of rules. ചില നിയമങ്ങൾക്ക് ക്രോഡീകരിച്ചുകൊണ്ട് ചെയ്യുന്ന ആചാര അനുഷ്ഠാനങ്ങളെയാണ് മതാചാരങ്ങൾ എന്ന് പറയുന്നത്. Yes, and so in our Christian faith, in our churches, we teach predominantly two main ordinances. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ 2 പ്രധാനപ്പെട്ട ആചാരങ്ങളാണ് നാം പഠിപ്പിക്കുന്നത്. One is the water baptism. ഒന്നെന്ന് പറഞ്ഞാൽ ജലസ്നാനം. Second is the Lord's table. രണ്ടാമത്തേത് കർത്തൃമേശ. Now also there are some Pentecostal churches who teach a third one. Those of you who grew up in Church of God know they have a third ordinance, that is the feet washing. ചില പെന്തക്കോസ്ത് സഭകളിൽ നമ്മൾ കാണുന്നുണ്ട് മൂന്നാമതായി കാൽ കഴുകൽ ശുശ്രൂഷയും നാം കാണാറുണ്ട്. Amen. These ordinances are commanded by the Lord Jesus Christ for us as a New Testament believers to do. ഒരു പുതിയ നിയമസഭയിൽ നാം ആയിരിക്കും
ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തുവിനാൽ നമ്മളോട് കൽപ്പിച്ചാക്കപ്പെട്ടിരിക്കുന്ന ആചാരങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. So first thing we must remember as we partake of the Lord's table, this is not some tradition that some church came up with. This is something we are doing based on the instruction of Jesus Christ. ഇത് ഏതെങ്കിലും ആചാരത്തിന് ക്രമാനുഗതമായി നമ്മൾ ആചരിക്കുന്നതല്ല, എന്നാലോ യേശു ക്രിസ്തുവിനാൽ നമ്മളോട് കൽപ്പിച്ചാക്കപ്പെട്ടതിനാൽ നമ്മൾ ആചരിക്കുന്നതാണ് കർത്തൃമേശ. Now I want to clarify one thing. Nominal churches, Samanaya churches, they also do their baptism and the Lord's and Eucharist and things like that. നാമധേയ സഭകളെ നോക്കുമ്പോൾ അവരും ഇതുപോലെ കർത്തൃമേശയും കുദാശകളും ഒക്കെ ചെയ്യാറുണ്ട്. Yeah, but it's called over there, it's called sacrament. It is not called ordinance. ഇതൊരിക്കലും ഒരു ആചാരമെന്നല്ല, അതൊരു വിശുദ്ധീകരണം എന്ന പോലാണ് അവർ കാണുന്നത്. Malera, I think they use the word kudasha. It is a sacrament that they do as part of their practice. അവരുടെ ആ ദൈനംദിന ദിനത്തിൽ അവരൊരു കൂദാശ എന്ന പോലാണ് അവർ ആചാരങ്ങൾ നടത്തുന്നത്. And what the sacrament means is they believe that you have to do these things to become saved. അവർ വിചാരിക്കുന്നത് കൂദാശ ചെയ്യുമ്പോൾ നിങ്ങൾ ആ രക്ഷയിലേക്ക് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇത് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. Yes, and the way they teach it, the terminology they use, there is a grace bestowed upon the individual when they partake of it. ഇതിൽ കൂടി ഒരു കൃപ പ്രാപിക്കും, ഒരു രക്ഷ പ്രാപിക്കും. That's what they teach in those churches. നാമധേയ ക്രിസ്ത്യാനികൾ ആചാരത്തിൽ അനുഷ്ഠാനങ്ങൾ പോകുമ്പോൾ അതിൽ കൂടി രക്ഷ നേടാമെന്നുള്ള ഒരു ചിന്താഗതിയാണ് അവർക്കുള്ളത്. But the word of God is very clear. We don't do these things to receive the grace or salvation. We do these things because we have already received the grace and salvation from Jesus Christ. നമ്മൾ ആയിരിക്കുന്ന ഈ പെന്തക്കോസ്ത് സമൂഹത്തിൽ രക്ഷിക്കപ്പെടുവാനല്ല, രക്ഷിക്കപ്പെട്ട ഒരു സമൂഹത്തിനാണ് ഈ ആചാരങ്ങൾ എടുക്കേണ്ടതെന്ന് നാം വിശ്വസിക്കുന്നു. Praise God. Amen. I know I'm going a teaching way, but this morning we need to understand these things because oftentimes there's a lot of confusion going on with regards to these kind of things. ആമേൻ. ഞാനിതൊരു പഠിപ്പിക്കലിന്റെ രീതിയിൽ പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നു, എന്നാലോ പലവിധമായ കൺഫ്യൂഷൻസ് സംശയങ്ങൾ ഉണ്ടോന്നുകൊണ്ടാണ് ഞാനിത് കൂടുന്നത്. Please come with me. I have to move quickly. We call this the table of remembrance because this is where we have to remember certain things. ഓർമ്മയുടെ മേശയെന്ന് നമ്മൾ ഇതിനെ വിളിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കേണ്ടതായിട്ടുകൊണ്ടാണ്. But in the Bible, in the Holy Scriptures, there's actually two tables of remembrance. എന്നാൽ തിരുവചനത്തിൽ നിന്ന് രണ്ട് തരത്തിലുള്ള ഓർമ്മയുടെ മേശയാണ് നാം കാണുന്നത്. In the Old Testament, the table of remembrance is the Passover table. പഴയ നിയമത്തിൽ പോകുമ്പോൾ അത് പെസഹായുടെ ഓർമ്മയായിട്ട് കാണുന്നു. In the New Testament, the table of remembrance is referring to the Holy Communion table. എന്നാൽ പുതിയ നിയമത്തിൽ ഓർമ്മയുടെ മേശ എന്ന് പറയുമ്പോൾ അത് പുതിയ നിയമത്തിന്റെ അതിനെയാണ് കർത്തൃമേശയാണ് നാം കാണുന്നത്. These are two separate things. രണ്ടും രണ്ടായിട്ടാണ് നാം കാണേണ്ടത്. Understand, the Lord's table is not a continuation of Passover. It is completely separate from Passover. കർത്തൃമേശ എന്ന് പറയുന്നതും പഴയ നിയമത്തിലെ പെസഹ എന്ന് പറയുന്നതും രണ്ട് തരത്തിലാണ് നാം കാണേണ്ടത്. Yes, but when you study scriptures, we see the Lord instituted the Lord's table in the context of Passover. എന്നാൽ ഇത് ചെയ്തിരിക്കുന്നത്, ഈ പുതിയ നിയമം ചെയ്തിരിക്കുന്നത് ആ പെസഹായുടെ ഒരു സന്ദർഭത്തിനായിട്ട് ആ സമയത്താണ് ഇത് ചെയ്തത്. ഒരു പശ്ചാത്തലത്തിൽ, in that context is where Jesus establishes it, so that if we understand certain things about the Passover table, it will bring some illumination concerning the Lord's table. ആ പശ്ചാത്തലത്തിൽ ഇത് ചെയ്യുമ്പോൾ ആ പെസഹയെ പറ്റി നാം ചിന്തിക്കുമ്പോൾ അതിൽ നിന്ന് ചിലതൊക്കെ ഉരുത്തിരിഞ്ഞ് ഈ കർത്തൃമേശയിലേക്ക് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. First of all, who can partake in the table of remembrance? ഈ ഓർമ്മയുടെ മേശയിൽ ആർക്കൊക്കെയാണ് പങ്കാളികളാകാൻ കഴിയുന്നതായിട്ട് For the Passover table, God was very clear. This is not for everybody and anybody to take. Only those who are in covenant with God and had the sign of that covenant could partake of the table. പെസഹയുടെ മേശയിലേക്ക് അടുത്തു വരുന്നത് ഒരുവന് ആ ദൈവവുമായിട്ടൊരു നിയമപ്രമാണം ചെയ്തു വരും. ആ ദൈവത്തിൽ നിന്ന് ഒരു പരിച്ഛേദന പ്രാപിച്ചവന് മാത്രമേ ഇതിനകത്തേക്ക് എടുത്തു വരുവാൻ കഴിയത്തുള്ളൂ. God says very clearly in Exodus 12:48, those who do not have this sign and partake of this, I will cut them off. ആമേൻ. പുറപ്പാടിന്റെ പുസ്തകം 12:48 വരുമ്പോൾ പരിച്ഛേദന ഏൽക്കാത്തവന് എടുത്തു കഴിഞ്ഞാൽ അവനെ ഛേദിച്ചു കളയണമെന്ന് വചനത്തിൽ പറയുന്നു. In the New Testament, who can partake of the Lord's table? എന്നാൽ പുതിയ നിയമത്തിൽ ആർക്കൊക്കെയാണ് ഈ കർത്തൃമേശയിൽ പങ്കാളികളാവാൻ കഴിയുന്നത്? It is no different. Only those who are in covenant with the Lord Jesus Christ and have carried the sign of that covenant can partake of this table this morning. യേശുവുമായിട്ട് ഒരു യഥാർത്ഥമായ ബന്ധം പുലർത്തുന്നത് ആ കൽപ്പനകളെ പ്രമാണിക്കുന്നവന് മാത്രമേ കർത്തൃമേശയിൽ എടുക്കുവാൻ കഴിയത്തുള്ളൂ. What is the sign of our covenant with the Lord Jesus? എന്താണ് യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ അടയാളം എന്ന് പറയുന്നത്? Colossians 2:11 and 12 makes it very clear. You and I have received the spiritual circumcision through water baptism. ആമേൻ. അപ്പോൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:11
12 പോകുമ്പോൾ ജലസ്നാനത്തിലെ ദൈവവുമായിട്ട് ഒരു യഥാർത്ഥമായ ബന്ധം പുനഃസ്ഥാപിച്ചെടുത്തിരിക്കുന്നു. This is where we need to understand something. In fact, this is an area where a lot of debate goes on. Amen. Do I need to be baptized to partake of the Lord's table? ഇവിടെ പലപ്പോഴും സംശയങ്ങൾ വരുന്നത് ഈ കർത്തൃമേശ എടുക്കണമെങ്കിൽ ഞാൻ യഥാർത്ഥമായി സ്നാനം എടുക്കണോ എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. And there are Pentecostal churches, especially Assemblies of God, who gives the Lord's table to those who are not baptized. എന്നാൽ ചില ബെന്തിക്കോസ് സഭകളിൽ യഥാർത്ഥമായി പറഞ്ഞാൽ അസംബ്ലീസ് ഓഫ് ഗോഡിലും സ്നാനം എടുക്കാത്തവർക്ക് പോലും ഈ കർത്തൃമേശ കൊടുക്കുന്നുണ്ട്. I'm not criticizing. I'm in Assemblies of God ministry, but I'm telling the reality. Church of God is the only Pentecostal denomination that teaches baptism is required for the Lord's table. ഞാൻ ആരെയും സഭയും വിമർശിക്കുവല്ല, എന്നാൽ കർത്തൃമേശ എന്ന് പറയുന്നത് യഥാർത്ഥമായി ജലസ്നാനം എടുത്തവരായിരിക്കണം ഇതിനകത്ത് ഭാഗമാകേണ്ടത്. Our church believes and teaches that very doctrine. ആ യഥാർത്ഥമായ പഠനമാണ് നമ്മുടെ സഭ യഥാർത്ഥമായി വിശ്വസിച്ച് പഠിപ്പിക്കുന്നത്. Yes, for this table to be partaken of, Amen. that individual must have been in covenant with Jesus Christ and must have taken water baptism Amen. before stretching their hand upon this table. ഇന്ന് പ്രഭാതത്തിൽ ഈ കർത്തൃമേശയിൽ ഭാഗമാകണമെങ്കിൽ യഥാർത്ഥമായി യേശുക്രിസ്തുമായിട്ട് ഒരു ബന്ധമുണ്ടായിരിക്കണം. ആ അങ്ങ് ജലസ്നാനം എടുത്തിരിക്കണം, അവർക്ക് മാത്രമേ ഇതിനകത്ത് ഭാഗമാകാൻ കഴിയത്തുള്ളൂ. I have other 100 verses to prove that, but I don't have time this morning. Amen. What is the next step after that? ആമേൻ. അതിന് അനേക കാര്യങ്ങൾ എനിക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അതിന് ശേഷം എന്താണ് ചെയ്തെടുക്കാൻ Okay, കഴിയുന്നത്? come with me. So in the Passover context, those who have this circumcision covenant with the Lord, the next thing they need to do is they need to select a place to conduct the Passover, and they need to clean that place. പെസഹയുടെ സമയത്ത് അടുത്തതെന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥമായ ഒരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കണം, അത് യഥാർത്ഥമായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം എന്ന് പറയുന്നു. This is very different. See, in our house, if we have prayer meeting, we just clean up the area where the prayer meeting is. ആമേൻ. നമ്മുടെയൊക്കെ ഭവനത്തിൽ പ്രാർത്ഥന ഉണ്ടാവുമ്പോൾ നമ്മൾ എവിടെയാണോ പ്രാർത്ഥന വെക്കുന്നത് അവിടെ മാത്രം ഒന്ന് ക്ലീൻ ചെയ്യാൻ. Yeah, nobody says, oh, we have prayer meeting, so let me clean the master bathroom. Nobody is going to come to the master bathroom. I don't need to clean the master bathroom. ആമേൻ. നമ്മൾ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ക്ലീൻ ചെയ്യുന്നതിന് പകരമാണ് നമ്മുടെ മാസ്റ്റർ ബാത്റൂം ക്ലീൻ ചെയ്യാൻ പോകത്തില്ല. But Passover is not like that. എന്നാൽ പെസഹ എന്ന് പറഞ്ഞത് അങ്ങനെയല്ല. The place that is selected, that entire house must be cleaned inch by inch. പെസഹായ്ക്ക് വേണ്ടി ഏത് സ്ഥലം തിരഞ്ഞെടുക്കുന്നോ അവിടെ ആ സ്ഥലം മൊത്തവും യഥാർത്ഥമായി ശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം. There should not be any dust in that house. അവിടെ ഒരു പൊടി പോലും There കാണണമെന്ന് should not even be one crumb of leaven in that house. അവിടെ ഒരു യഥാർത്ഥ അശുദ്ധിയായിട്ട് ഒന്നും കാണരുതെന്ന് പറയുന്നു. Amen. It must be completely clean. They say it takes almost more than 1 week to clean that house for Passover. അവിടെ പറയുന്നു ഒരാഴ്ചയോളം എടുക്കും ആ സ്ഥലം ഒന്ന് ശുദ്ധീകരിച്ചെടുക്കാൻ. Now when we come to the New Testament, amen, we come to the Gospel of Mark, the disciples, amen, asked Jesus, Guru, where are we going to celebrate the Passover? എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ ശിഷ്യന്മാർ യേശുക്രിസ്തുവോട് ചോദിക്കുന്നു, എവിടെയാണ് ഞങ്ങൾ പെസഹ ഒരുക്കുവാൻ വേണ്ടി പോകേണ്ടത്? This morning, amen, that's where the Spirit of God gave me a word for the church. എന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക ദൂതൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്, Where are we going to do the Passover? എവിടെയാണ് ഞങ്ങൾ പെസഹ ഒരുക്കുവാൻ പോകുന്നത്? Understand the depth of that question. ആ ചോദ്യത്തിന്റെ ആഴം ഒന്ന് മനസ്സിലാക്കണം. During the Passover time, the Jewish people from the 4 corners of the world have come to Jerusalem. പെസഹായുടെ സമയത്ത് 4 കോണിൽ നിന്ന് യഹൂദന്മാർ യെരുശലേമിലേക്ക് കടന്നു വരുന്നു. And like today how we have Airbnb, they had a system. People will rent out parts of their home for the people who are traveling to stay there. ഇന്നത്തെ കാലഘട്ടത്തിൽ കടന്നു വരുന്ന ജനത്തിന് എയർബിഎൻബിയിൽ അവിടുത്തെ റെന്റ് എടുക്കുവാൻ, വാടകയ്ക്കെടുക്കുവാൻ, വീടുകൾ വാടകയ്ക്കെടുക്കുവാൻ അവസരമുണ്ട്. So because so many people are coming, you need to give, amen, a lot of money, and you need to book that room well advance in time. ആമേൻ. ഈ ആഘോഷത്തിന്റെ സമയത്തിൽ അവിടെ വളരെയധികം പണം കൊടുത്തിട്ട് വേണം അത് വാടകയ്ക്കെടുക്കുവാൻ. If you come like the disciples the week of the Passover and say, oh, where are we going to do? You won't find a room. ആമേൻ. ഈ ഒരാഴ്ചക്ക് മുമ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാർത്ഥമായി നിങ്ങൾക്ക് ഒരു ഭവനം കാണുവാൻ കഴിയത്തില്ല. Amen. It is such a time when the disciples will say, where do we go for the Passover? ആ സമയത്താണ് ഈ ശിഷ്യന്മാരെ എവിടെയാണ് ഞങ്ങൾ ഈ പെസഹ ഒരുക്കാൻ പോകേണ്ടത്? Jesus said, go into the city. നിങ്ങൾ ആ പട്ടണത്തിലേക്ക് പോകാൻ You will see a man pouring some water. ഒരു മൺകുടം പാത്രമായി ഒരു മനുഷ്യൻ വരുന്നേ കാണുന്നതാണ്. Follow that man. ആ മനുഷ്യനെ പിന്തുടരുക. And the house that he goes to, അവൻ ഏത് ഭവനത്തിലേക്കാണോ പോകുന്നത് talk to the master of that house. അവിടുത്തെ യജമാനനോട് സംസാരിക്കുക. And he will have a room Amen. ready for us. അവനാൽ നിങ്ങൾക്കൊരു ഒരു മുറി ഒരുക്കപ്പെട്ടിരിക്കും. And it says there in the Gospel of Mark, when they went there, the room was fully furnished and prepared for
them. ആ മർക്കോസ് വിശുദ്ധൻ പറഞ്ഞു അവിടെ വളരെയധികം എല്ലാം അലങ്കരിച്ച് ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണുന്നു. In the time when it is impossible to get a provision, ആ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ അവര് കിട്ടാതിരിക്കുന്ന ഒരു സമയത്ത്, amen, it is in that moment Jesus is saying, I already have a provision in place for you. ഇല്ലാത്ത ഇടത്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഓർമ്മമുണ്ടെന്ന് യേശുക്രിസ്തുവോട് വിളിച്ചു പറയുക. This morning the Spirit of God is giving the word of the Lord to the church. ഓ ഈ സഭയ്ക്ക് യഥാർത്ഥമായ ഒരു ദൂത് വിളിച്ചു പറയുന്നത്, Amen, I have some provisions for the people of God. ഓ ദൈവത്തിന്റെ മക്കൾക്ക് യഥാർത്ഥമായ ചില പ്രൊവിഷൻസ് ഞാൻ കൊടുക്കാൻ പോകുകയാണ്. Amen, in a time when you think it is impossible for the provision to come out. ഇത് കിട്ടുവാൻ അസാധ്യമെന്ന് നിങ്ങൾ ലോജിക്കായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ, Yes. I have certain provisions already prepared for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഥാർത്ഥമായി ഓർമ്മ ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറയുന്നു. Praise the Lord. Yes, amen. Yes, hallelujah, glory. Yes, The word of the Lord for the church. amen. യഥാർത്ഥമായി ദൈവവചനം വിളിച്ചു പറയുന്നത്, Because our church, we have so many people with so many needs here today. ഇന്ന് പ്രഭാതത്തിൽ അനവധി ആവശ്യങ്ങളും ഭാരങ്ങളുമായിട്ടല്ല ഇതിനകത്തേക്ക് കടന്നു വന്നത്. But the one I serve, ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം, He already prepares things for my life. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുമ്പേ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് തയ്യാറാകപ്പെട്ടിരിക്കുന്നു. Yes, അവൻ എനിക്ക് വേണ്ടി ചിലത് കരുതി വെച്ചിട്ടുണ്ട്. amen, amen. He has prepared Yes. certain provisions for me. ആമേൻ. എനിക്ക് വേണ്ടി ചിലത് ദൈവം ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. Oh, this encouraged me this week. ആമേൻ. ഇന്ന് ഈ ആഴ്ചകളിൽ ഈ വചനമാണ് എന്നെ ഒത്തിരി ഉത്തേജിപ്പിച്ചത്. Second thing I thought about was this. It was not when the disciples asked for the need or presented the need that Jesus begins to find a solution. ആമേൻ. ശിഷ്യന്മാര് ചോദിച്ചപ്പോഴല്ല പോയി അതിനൊരു സൊല്യൂഷൻ കണ്ടത്. Amen. Before the need even became a need, ആമേൻ. ഒരു ആവശ്യമായി ഉയരുന്നതിന് മുമ്പ് തന്നെ the Lord had already a plan prepared. ആമേൻ. ഇവിടെ ദൈവത്തിന് യഥാർത്ഥമായ ഒരു പദ്ധതി നിങ്ങൾക്കായിട്ട് ഒരുക്കി. Hallelujah. ആമേൻ. Yes, hallelujah. Amen. We got the need last week. കഴിഞ്ഞ ആഴ്ചയാണ് ഒരുപക്ഷെ നമ്മൾ ഈ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ We കടന്നു only വന്നത്. recognized the need these last several days. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരിക്കാം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നത്. Oh, but my Lord. Yes. എന്നാൽ എന്റെ കർത്താവ്, He knew the need even before it was a need. അവൻ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയരുന്നതിന് മുമ്പേ ഉയരത്തുള്ളവൻ അത് അറിഞ്ഞിരിക്കുന്നു. That's the God we serve. അവൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ Yes. ആമേൻ. Yes, അതാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. ആമേൻ, ആമേൻ, ആമേൻ. Yes, This morning amen, the Spirit of God is encouraging amen some of us today with the word of the Lord. ആമേൻ. ദൈവത്തിന്റെ വചനമായി ഇവിടെ ആയിരിക്കുന്ന ചിലവരെ യഥാർത്ഥമായി ഇന്ന് ധൈര്യപ്പെടുത്തുക. Amen. Yes. Some of you amen need to recognize God already has prepared certain yes. things for your future. ആമേൻ. ഇന്ന് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ചിലരൊക്കെ ദൈവം ഒരുക്കിയിരിക്കുന്നു എന്ന് ഇവിടെ ആയിരിക്കുന്ന ചിലരൊക്കെ തിരിച്ചറിയട്ടെ. You're asking God how I'm going to pass this class, but God is saying I already prepared your postgraduate program and your job and everything already I have lined up and prepared for you. ഞാൻ എങ്ങനെ ഈ സാഹചര്യങ്ങളെ മറികടക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളുടെ കോളേജ് ആയിക്കോട്ടെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ ദൈവം എല്ലാത്തിനും അതതിയായി ക്രമാനുഗതമായി അതിന് പദ്ധതി ദൈവം ഒരുക്കിയിട്ടുണ്ട്. God already has the person you're going to marry prepared for you. നിങ്ങൾ ആരെ കല്യാണം കഴിക്കണമെന്നുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ ആ പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. You don't need to jump or talk to 10 other people to find that provision. You bend your knees in the presence of the Lord, and that provision will come in the right time. മറ്റുള്ളവരോട് ചോദിക്കേണ്ട കാര്യമല്ല. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അനുയോജ്യമായതൊന്ന് ഉയരത്തിൽ നിന്ന് ഒരുക്കിയിട്ടുണ്ട്. Many times we jump and we do our own things, and then we'd like to make that the plan of God. But God is saying, no. You trust in my perfect will. Yes. Everything that you need, amen, I will give you in the right time. എടുത്തു ചാടി ഒന്നും ചെയ്യാതെ ദൈവസന്നിധിയിൽ ഇരുന്ന ദൈവത്തോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എടുത്തു ചാടിയിട്ട് പറയുന്നത് ദൈവത്തിന്റെ ഹിതമെന്ന് പറഞ്ഞ് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അല്ലല്ല ദൈവസന്നിധിയിൽ മുട്ടുമേലിരിക്കുമ്പോൾ ഉയരത്തിലുള്ള ദൈവം യഥാർത്ഥമായി അത് ഒരുക്കുന്നതാണ്. That's why the psalmist says, I have never seen the righteous forsaken. ആമേൻ. ഒരു Amen. നീതിമാൻ amen ഞാൻ കണ്ടിട്ട് amen, I have never seen their children hunger for the bread. Amen. Why? The Lord takes care of his children. ആമേൻ. നീതിമാൻ കുലുങ്ങി പോകുന്നവൻ അവന്റെ സന്തതി അപ്പം ഇരക്കുന്നതും കണ്ടെത്തില്ല. അവനായി ദൈവം ഒരുക്കുന്നതാണ്.
Praise God. ആമേൻ. I know we know these things, but sometimes we need to speak these words to ourselves when we become down and discouraged. ആമേൻ. നമ്മൾ ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ ഇരിക്കുമ്പോൾ ഈ വചനം നമ്മോട് തന്നെ ചില സമയങ്ങൾ എടുത്തു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ Okay, ചിന്തിക്കുന്നു. let me keep moving. Oh, my time is running. That after they pick a place, the night of the Passover, amen, they start the ceremony. ആമേൻ. അവിടെ ആ പെസഹയുടെ സമയത്താണ് അവർ ആഘോഷങ്ങൾ തുടങ്ങുവാൻ തോന്നുന്നത്. And that's where they take the first cup of wine. ആമേൻ. അവിടെയാണ് ആദ്യത്തെ ആ പാനപാത്രം എടുക്കുന്നത്. Yes, there on Passover there are 4 cups. This in the beginning they take the first cup, that is called the cup of sanctification. 4 പാനപാത്രങ്ങൾ ഉണ്ടാവും. അവിടെ ഒന്ന് വിശുദ്ധീകരണത്തിന്റെ പാനപാത്രം എന്ന് പറയുന്നു. That is to remember that that what they are celebrating or what they are remembering is a holy sanctified moment by the Lord. ആമേൻ. ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ആ ഒരു സാഹചര്യമായിട്ടാണ് അവർ അതിനെ ചിത്രീകരിക്കുന്നത്. And they take this cup, and the way they say is this: blessed are you, Lord God, King of the universe, who creates the fruit of the vine. ആമേൻ. ഇങ്ങനെ ആ കപ്പെടുത്ത് മുകളിലേക്ക് വിളിച്ചു പറയുന്നു, മുന്തിരിവള്ളിയുടെ ഫലം സൃഷ്ടിക്കുന്ന പ്രപഞ്ചത്തിന്റെ രാജാവായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൻ. Amen. And then they drink this cup. എന്നിട്ട് ഈ അവർ ആ പാനപാത്രം അവർ കുടിക്കുന്നു. Next thing they do, they have what we call ritual washing. എന്നിട്ട് ആചാരപരമായ അവർ ഒരു കഴുകലിന്റെ ശുശ്രൂഷയിലേക്ക് അടുത്ത് പോകുന്നു. It's in that moment that usually the servant or the youngest mature kid in that house would take the basin and pour the water over the hands of everybody else. ആമേൻ. അവിടെ ആയിരിക്കുന്ന യൗവനക്കാര്, പക്വതയേറിയ യൗവനക്കാര് അവർ പാത്രം എടുത്തിട്ട് അവിടെ ആയിരിക്കുന്നവരുടെ കാല് കഴുകുന്നു. Sometimes those who are a little more affluent, they may have servants. It is the servants who do this job. ആമേൻ. അവിടെ ചിലപ്പോൾ ദാസന്മാര് അവരെ ഒരുപക്ഷെ ഇത് ചെയ്യുവാനിടയാകും. Amen. This is again, it is to remind them that what they are partaking in is a holy sacred moment. ആമേൻ. ഇവിടെ അവർ എന്തിനാണോ ഭാഗമാകുന്നത് അതൊരു വിശുദ്ധമായതാണെന്ന് ഒന്ന് ഓർക്കുകയാണ് ചെയ്യുന്നത്. Then what they do is they take some parsley or some green herbs, and then they dip it in salt water and they bite this thing. Then അവർ ഒരു ചീര എടുത്തിട്ട് അവർ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് അവർ അത് കടിക്കുന്നുണ്ട്. This is all in book of Exodus. I don't have time to take the verses. That's why I'm just putting in a way for us to understand. Why did they do this? Is because the salt water is supposed to symbolize, they need to remember the tears that their forefathers shed in Egypt. ആമേൻ. ഈ ഇവിടെ ഉപ്പ് വെള്ളം എന്ന് പറയുന്നത് അവിടെ പൂർവ്വ പിതാക്കന്മാര് മിസ്രൈമിൽ ഒഴുക്കിയ കണ്ണുനീരിനെയാണ് കാണിക്കുന്നത്. Yes, and it signifies that, and so they have. This is the next thing they do. They take that raw herb and dip it in the salt water and chew on that. അങ്ങനെ കൈപ്പിജീര ഉപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് അവർ വായിൽ വെച്ചിട്ട് അത് ചവയ്ക്കുന്നതാണ് ഇതിൽ കൂടി കാണുന്നത്. It's not very tasty. അത് വലിയ മധുരമുള്ളതായിട്ട് തോന്നുന്നില്ല. Next, what they do is they take the bread. അവര് അടുത്ത അപ്പക്കഷ്ണം എടുക്കുന്നു. And in Passover there is 3 pieces of bread. ഈ പെസഹയിൽ മൂന്ന് ബ്രെഡ് കാണും. At this point, what they will do is they will take the second bread in the middle and put it aside. അവിടെ നിന്ന് രണ്ടാമത്തെ ആ നടുക്കുന്ന രണ്ടാമത്തെ ആ അപ്പക്കഷ്ണം എടുത്തിട്ട് അവർ മാറ്റി വെക്കുന്നുണ്ട്. We will get back to that bread later. അതിനെ പറ്റി വീണ്ടും ആഴമായി പിന്നീട് സംസാരിക്കാം. And at this point, the eldest person, the apachan or the senior most person in that house will have the bread in their hands. ഇവിടെ അവിടെ ആയിരിക്കുന്ന മുതിർന്ന അപ്പച്ചന്മാര് അവർ ആ ബ്രെഡ് കയ്യിലെടുക്കുന്നു. And the youngest person in that house should ask that oldest person, Apacha, uncle, he will ask this person 4 questions. 4 questions അവിടെ ആയിരിക്കുന്ന യൗവനക്കാർ അപ്പച്ചനോട് ചോദിക്കും. Why are we eating this bread? എന്തുകൊണ്ടാണ് ഈ റൊട്ടി കഷ്ണം നാം കഴിക്കുന്നത്? Normally we eat wonder bread, white bread, oat bread. Why are we eating this flat, crispy bread? എന്തുകൊണ്ട് നമ്മൾ പലപ്പോഴും നല്ല ബ്രെഡുകൾ കഴിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്രിസ്പി ബ്രെഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? Number 2, why are we sitting like this? എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ ചുറ്റും കൂടിയിരിക്കുന്നത്? Because normally we can sit in the dining table on the chair, but this one everybody is sitting on the floor like this. യൂഷ്വലി ആയിട്ട് അവർ എപ്പോഴും ഡൈനിങ് ടേബിളിലാണ് ഇരിക്കുന്നത്, കസേരയിലാണ്
ഇരിക്കുന്നത്, എന്നാൽ ഇപ്പോൾ തറയിലിരിക്കുന്നു. Number 3, why are we washing our hands in like this in this manner? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ കൈകളെ കഴുകുന്നത്? Number 4, why are we eating in this way? എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ആഹാരം കഴിക്കുന്നത്? There's so many questions they ask. ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ മുതിർന്ന And the ചോദിക്കുന്നു. eldest senior-most person then begins to tell the story from beginning to end, how God brought the Israelites out of Egypt. എന്നാൽ ഇത് കേൾക്കുന്ന മുതിർന്നവരായ അവിടുത്തെ അപ്പച്ചന് എങ്ങനെയാണ് മിസ്രൈമിൽ നിന്ന് നമ്മുടെ ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നു വിളിച്ചു പറയുന്നു. This is Exodus. God tells them this is how they have to do that. ഇങ്ങനെയാണ് അവർ ചെയ്യണമെന്ന് പുറപ്പാടിന്റെ പുസ്തകത്തിൽ യഥാർത്ഥമായി വിളിച്ചു പറയുന്നുണ്ട്. God says, I don't want them to just do something for the sake of doing it. They need to understand what they are doing. എന്തിനെങ്കിലും പേരിന് വേണ്ടി ചെയ്യുവാനല്ല, എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നത് യഥാർത്ഥമായി ഗ്രഹിക്കണമെന്നുള്ള So ആഗ്രഹത്തോടെയാണ്. understand that the spirituality is not some external thing that we show. It is understanding the divine truth and responding is the true spirituality. ആത്മീയത എന്ന് പറയുന്നത് പുറമേ കാണിക്കുന്നതല്ല, യഥാർത്ഥമായി ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കണം. പുറമെ കാണിക്കുന്ന പ്രകടനമല്ല, ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വരുന്ന പ്രതികരണമാണ് ആത്മീയത. It is our response when we understand the truth. യഥാർത്ഥ സത്യം തിരിച്ചറിയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രകടനമാണ് യഥാർത്ഥമായി എന്ന് This പറയുന്നത്. is important for us to understand as well. ഇത് യഥാർത്ഥമായി നാം മനസ്സിലാക്കിയിരിക്കണം. Everything we do, we need to understand why we are doing that. നമ്മൾ ചെയ്യുന്നതൊക്കെ എന്തിനു ചെയ്യുന്നുവെന്ന് യഥാർത്ഥമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. Hello. When we sing the songs, we need to understand the meaning of those songs and sing. ഒരു പാട്ട് പാടുമ്പോൾ നാം പാടുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം പാടുവാൻ. I really enjoy our young people singing the Malayalam song. ഞാൻ ഇവിടെ മലയാളം പാടുന്ന യൗവനക്കാരോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. But they need to understand the meaning of those songs before they sing the song. മലയാളം പാട്ട് പാടുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം അവർ പാടുവാൻ. It's easy for them to learn some song from KV Simon, but if they don't understand the meaning of that, we are indirectly teaching them how to do a show. പല പാട്ടുകളൊക്കെ പാടുമ്പോൾ അത് യഥാർത്ഥമായി മനസ്സിലാക്കിയിട്ട് വേണം അത് പാടുവാൻ. Hello. Amen. Hallelujah. Yes. Oftentimes during the message or during the time of the prayer, we begin to respond with worship and clapping our hands. That's a very good thing. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ കൈകൊട്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. And others will start clapping too. കൂടെ നിൽക്കുന്ന കാണുന്നവർ അതും വേണമെങ്കിൽ അവരും കൈകൊട്ടി പാടുന്നുണ്ട്. When you get in the car, you need to ask them, why were you clapping during that person's prayer? അവർ പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കൈയടിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കണം. If they don't have a reason, then we know that they are ചുമ്മാ കൈയടിക്കുക. Amen. Hello. Hallelujah. But if they can say, when this person was praying, they said this statement, that touched my heart, that moved my spirit, and I began to worship the Lord. That is the true spirituality. അപ്പോൾ അറിയേണ്ടതും പറയേണ്ടതും ഈ വ്യക്തി പ്രാർത്ഥിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാചകം എന്റെ ഉള്ളിൽ കൊണ്ട് അവിടെ ആത്മാവ് പ്രേരിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുത്തത്. Praise the Lord. So I need to understand what I'm doing. എന്താണ് ഞാൻ ചെയ്തതെന്ന് യഥാർത്ഥമായി ഞാൻ മനസ്സിലാക്കിയിരിക്കണം. Let me say one more thing. I not only need to understand, I need to allow others to understand. ഞാൻ മാത്രം മനസ്സിലാക്കുകയല്ല, മറ്റുള്ളവരും ഇതിനെപ്പറ്റി ആഴമായി മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ശ്രമിക്കണം. Hello. Amen. Yes. I may understand it if I am worshiping the Lord, but the person sitting next to me cannot hear or cannot understand what is going on. That's a problem. ഞാൻ കേൾക്കുന്ന വചനം കേട്ടുകൊണ്ട് ഞാൻ ആരാധിച്ചു തൊട്ടടുത്തിരിക്കുന്നവർക്ക് കേൾക്കുവാൻ കഴിയാതെ അവൻ ആരാധിക്കാൻ കഴിയാതെ അതുകൊണ്ടുള്ള അർത്ഥം എന്താണ്? Some of these things we need to use the wisdom that God gives us with the Spirit. ദൈവം നമുക്ക് പരിശുദ്ധാത്മാ തന്നിരുന്ന ജ്ഞാനത്തിനനുസരിച്ച് പരിജ്ഞാനത്തിനനുസരിച്ചാണ് നമ്മൾ പോകേണ്ടത്. When I'm at home, I have the full freedom to worship whatever way I want. ആമേൻ. ഭവനത്തിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ആരാധിക്കാം, പലതരത്തിൽ നമുക്ക് ദൈവത്തെ When ആരാധിക്കാം. I'm in a corporate setting, I have to think about these things. സമൂഹത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി എല്ലാം യഥാർത്ഥമായ പരിജ്ഞാനത്തോടെ വേണം Am I പ്രാർത്ഥിക്കാൻ. understanding what's going on? അതാണ് എന്റെ മനസ്സിലാക്കുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ടോ? Is my family able to understand what is going on? Or those around me able to understand what's going on? Only when we have a collective understanding is there a true corporate spirituality there. യഥാർത്ഥമായ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നാം ആയിരിക്കുമ്പോൾ ഇവിടെ നടക്കുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബം ഇവിടെ ആയിരിക്കും മനസ്സിലാക്കുന്നുണ്ടോ? ഈ സഭ മൊത്തമായി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആഴമായി അവർ മനസ്സിലാക്കുന്നുണ്ടോ? After they recite the entire Passover story and everybody understands what is going on, then they take the second cup in their hand. ആമേൻ. എന്തുകൊണ്ടാണ് പെസഹ ആചരിക്കുന്നത് യഥാർത്ഥമായി മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കപ്പ് അവരെടുക്കുന്നു. This cup is called the cup of wrath or the cup of deliverance because this was them
to remember how God poured his wrath on the Egyptians and delivered the people of Israel out. രണ്ടാമത്തെ കപ്പ് എന്ന് പറയുന്നത് ഒന്ന് ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് ഉതിരുന്ന കപ്പ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വിടുതല്, മിസ്രയീമിൽ നിന്ന് അവരെ വിടുവിച്ചെടുത്ത വിടുതലിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് രണ്ടാമത്തെ പാനപാത്രം എടുക്കുന്നത്. But before they take this cup, it says they have to give thanks and partake of this cup. ആമേൻ. ഈ കപ്പ് എടുക്കുന്നവന് ദൈവത്തിന് നന്ദി കൊടുത്തിട്ട് വേണം ഇതെടുക്കുവാന്. It means you give thanks and take the cup. ആമേൻ. സ്തോത്രം കൊടുത്തിട്ട് ദൈവത്തിന് സ്തോത്രം കൊടുത്ത് ഈ കപ്പ് So അവരെടുക്കുന്നു. what does that mean? What does it mean to give thanks? Oftentimes we think we just say stotram, stotram, stotram 3 times. ആമേൻ. ഒരു പക്ഷേ പലപ്പോഴും 3 പ്രാവശ്യമൊക്കെ സ്തോത്രം പറഞ്ഞ് മുമ്പോട്ട് പോകാറുണ്ട്. But that's not what that means. അതല്ല യഥാർത്ഥമായി ഇവിടെ പറയുന്നത്. In the Passover time, the giving thanks, they have to sing the psalms. ആമേൻ. ആ പെസഹയുടെ സമയത്ത് സ്തോത്രം പറയുമ്പോൾ ഇവിടെ സങ്കീർത്തനങ്ങൾ അവിടെ ദൈവത്തിന് പാടുവാറുണ്ട്. Yeah, specifically Psalms 113, 114, 115, 16, 17, 18. These are the what we call the Passover songs. 113 തൊട്ട് 118 സങ്കീർത്തനങ്ങൾ അവർ ഓരോരുത്തരായിട്ട് എങ്ങനെ പാടുന്നുണ്ട്. And so at this point they will sing Psalm 113 and 114. ഇവിടെ 113 114 ഈ സമയത്ത് അവർ പാടുന്നു. And when after they sing that, they will take this cup and drink of it. ആമേൻ. ആ സങ്കീർത്തനം പാടി കഴിഞ്ഞിട്ട് അവർ ഈ പാനപാത്രം എടുത്ത് So here's the കുടിക്കുന്നു. thing. Luke's Gospel 22, we see that before Jesus instituted the Lord's Supper, it says there, he took a cup and gave thanks and gave it to them. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പാനപാത്രം എടുത്തിട്ട് പ്രാർത്ഥിച്ചു വാഴ്ത്തി എന്ന് പറയുന്നു. And then it says, then he took the bread and broke it and said, this is my body which is broken for you. അത് കഴിഞ്ഞിട്ടാണ് അപ്പം എടുത്തിട്ട് അത് മുറിച്ച് അവർക്ക് കൊടുത്തത്. And then he took a cup and said, this is the blood of my new covenant. അതാണ് പുതിയ നിയമത്തിന്റെ എന്റെ രക്തം എന്ന് പറഞ്ഞിട്ട് അടുത്ത So കപ്പ് look, എടുക്കും. you see 2 cups there. അവിടെ 2 കപ്പ് നാം കാണുന്നുണ്ട്. That first cup that is mentioned there is talking about this cup of deliverance. അവിടുത്തെ ആ ഒന്നാമത്തെ കപ്പാണ് ഇവിടുത്തെ രണ്ടാമത്തെ കപ്പായി കാണുന്നത്. Are we understanding this? Okay, so taking the second cup, the next thing is a ceremonial washing. അവിടെ രണ്ടാമത്തെ കപ്പ് എടുത്തതിനു ശേഷമാണ് അവിടെ ഒരു കഴുകൽ ശുശ്രൂഷ So നടക്കുന്നത്. already we did one ritual washing. ഒരു ആചാരപരമായി ഒരു കഴുകൽ നടന്നു കഴിഞ്ഞു. But now it's what we call ceremonial washing. ഒരു ആചാരമായ ശുശ്രൂഷ, കഴുകൽ ശുശ്രൂഷ എന്ന് പറയുന്നു. I mean, there's certain things they say during that time. I don't have time to go into all the details there. ആമേൻ. അതിന് ആഴമായി എനിക്ക് പോകാനുള്ള സമയമില്ല. I mean, but here is where Jesus Christ now does something different. ആമേൻ. ഇവിടെയാണ് ചില വ്യത്യാസങ്ങൾ യേശുക്രിസ്തു I കാണിക്കുന്നത്. told you, usually the washing is done by the youngest person or the servant. Amen. And washes the entire group. ആമേൻ. അവിടെ ആയിരിക്കുന്നവര് യൗവനക്കാരോ എന്നാൽ ദാസന്മാരോ അവിടെ ആയിരിക്കുന്നവരുടെ കാൽ കഴുകണമെന്ന് ഞാൻ പറഞ്ഞു. But Gospel of John chapter 13, we see something different. യോഹന്നാന്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ചില വ്യത്യാസം കാണുന്നു. Lord Jesus Christ take the wash basin. ആമേൻ. അവിടെ നിന്ന് ആ വാഷ് ബേസിന് യേശുക്രിസ്തു തന്റെ കൈയാൽ എടുക്കുന്നു. And they're all sitting down. And the Bible says he take it and begin to wash their feet. ആമേൻ. അവിടെ നിന്ന് അവിടെ ഇരിക്കുന്നവരുടെ കാല് കഴുകുവാൻ യേശുക്രിസ്തു തുടങ്ങുന്നു. I don't know how to preach that this morning. എങ്ങനെ ഞാൻ അതിനെപ്പറ്റി ആഴമായി പറയുന്നത് എനിക്കറിയത്തില്ല. Because I'm not worthy to talk about that. ഇതിനെപ്പറ്റി പറയുവാനുള്ള ഒരു യോഗ്യത എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. The disciples said, Master, what are you doing? Stop. ആമേൻ. മാസ്റ്റർ എന്താണ് ഇത് ചെയ്യുന്നത്? അത് ചെയ്യരുത് എന്ന് എല്ലാവരും പറയുന്നു. Because number one, first of all, it is not the master who does the washing. ആമേൻ. ഇവിടെ മാസ്റ്ററാണ് ഇത് വാഷ് ചെയ്യാൻ തുടങ്ങുന്നത്. അന്നത്തെ പശ്ചാത്തലത്തിൽ യജമാനനല്ല കഴുകേണ്ടത്, ദാസനാ ചെയ്യേണ്ടത്. ആമേൻ. ദാസനാണ് അത് ചെയ്യേണ്ടുന്നത്. Number two, even if they're supposed to wash, you're supposed to do the hands, not the dirtiest part of the person, their feet. ആമേൻ. ഇവിടെ കൈ കൊണ്ടാണ് അഴുക്കായ കാല് കഴുകാൻ പോകുന്നത്. കൈ മാത്രമല്ല, ആ സമയത്ത് കൈ ചെയ്യണ്ടേ, പക്ഷെ യേശു കർത്താവ് കാലാ കഴുകുന്നത്. They're only supposed to do the hand, but Jesus is doing the feet. ആമേൻ. കൈ മാത്രം കഴുകേണ്ടടുത്ത് ഇവിടെ യേശുക്രിസ്തു അവരുടെ കാലുകൂടി കഴുകുന്നു. Peter said, don't wash me. ആമേൻ. പത്രോസ് പറയുന്നു എന്നെ കഴുകരുത് എന്ന് പറയുന്നു. Jesus said, if I don't wash you, you and I have no part. ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ എനിക്ക് നിന്നോട് ഒരു പങ്കില്ല എന്ന് പറയുന്നു. I like what Peter said next. ആമേൻ. അടുത്തായിട്ട് പത്രോസ് ഇങ്ങനെ പറയുന്നു. If that's the case, not just my feet, from top on wash. അങ്ങനെയെങ്കിൽ എന്റെ കാല് മാത്രമല്ല എന്റെ ശരീരം മുഴുവനും കഴുകിയെടുക്കണേ എന്ന് പറയുന്നു.
Oh, this is where we see the love of our Lord there. ആമേൻ. ഇവിടെയാണ് കർത്താവിന്റെ ആ സ്നേഹത്തെ ആഴമായി നാം കാണുന്നത്. Amen. Including myself, oftentimes we have this thing that I am somebody. ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള ഒരു ഭാവത്തോടെ പലപ്പോഴും നാം ആയിരിക്കുന്നുണ്ടല്ലോ. There Jesus, the God of the universe, is saying, I am willing to bend and wash your feet. ഈ ലോകത്തിന്റെ അധിപതിയായവൻ അവിടെ കുനിഞ്ഞിരുന്ന് ഞാൻ നിങ്ങളുടെ കാല് കഴുകാൻ പോകുന്ന അവസ്ഥ, ആ സന്ദർഭമാണ് കാണുന്നത്. ആമേൻ. He's saying, I'm willing to touch the dirtiest part of you. നിങ്ങളുടെ അഴുക്കായ ആ ഭാഗങ്ങളെല്ലാം ഞാൻ തൊടുവാൻ പോവുകയാണ്. And I am willing to wash you this morning. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ അത് കഴുകിയെടുക്കാൻ പോവുകയാണ്. I mean, I don't know what your life looks like. ആമേൻ. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. Even your own parents here today morning may not know the deep things that you're doing in your ഇവിടെ life. ആയിരിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്ന് But this തിരിച്ചറിയുന്നില്ലായിരിക്കും. morning, the God with the fiery eyes is looking at us. അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ നിങ്ങളെ ഓരോരുത്തരെയും ആഴമായി And He നോക്കിക്കൊണ്ടിരിക്കുന്നത്. says, I know when you are dirty. ഓ, നിങ്ങൾ എത്രമാത്രം അഴുക്കായിരിക്കുന്നു എന്ന് എനിക്ക് യഥാർത്ഥമായി ഞാൻ അറിയുന്നു. I know what your eyes looked at this week. ആമേൻ. ഈ ആഴ്ചയിൽ എങ്ങനെയാ നിങ്ങൾ കടന്നുപോയെന്ന് ഞാൻ അറിയുന്നു. I know നിന്റെ കണ്ണെന്തൊക്കെ കണ്ടു എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. I know what you did this week. ഇന്ന് എന്തൊക്കെ ഈ ആഴ്ചയിൽ എന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ യഥാർത്ഥമായി അറിയുന്നു. I know what you did in your bedroom. ആമേൻ. നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ഞാൻ യഥാർത്ഥമായി I അറിയുന്നു. know what you texted and chatted. ആമേൻ. നിങ്ങളുടെ ഇലക്ട്രോണിക് മീഡിയയിൽ എന്തൊക്കെ ടെക്സ്റ്റ് ചെയ്തു എന്ന് ഞാൻ അറിയുന്നു. I know your history that you deleted. ഓ, നിങ്ങൾ എന്തൊക്കെ ഹിസ്റ്ററിയാണ് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത് യഥാർത്ഥമായി ഞാൻ അറിയുന്നു. And you are dirty this morning. എത്രമാത്രം അഴുക്കാണ് ഈ പ്രഭാതത്തിലായിരിക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നു. But I am not a God who sees your dirt and walks away. I am willing to come next to you and wash you this morning. ഇത് കണ്ടിട്ട് ഞാൻ മടങ്ങി പോകുന്ന ഒരു ദൈവമല്ല, നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് ഞങ്ങളെ യഥാർത്ഥമായി കഴുകി ശുദ്ധീകരിക്കുന്ന ഒരു ദൈവമാണ്. I can wash you this morning. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ യഥാർത്ഥമായി ഒന്ന് കഴുകിയെടുക്കാം. Let me wash you. ഓ, നിങ്ങളെ ഒന്ന് കഴുകിയെടുക്കട്ടെ. Oh, how many of us will say this morning, God, wash me this morning. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ എന്നെ ഒന്ന് കഴുകണമെന്ന് എത്ര പേർക്ക് Oh, വിളിച്ചു wash പറയാം. my mind, oh God. എന്റെ മനസ്സിനെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കണമേ. Lord, I thought so many things I should not be thinking. ഞാൻ ചിന്തിക്കാത്തത് പലതും എന്റെ ഉള്ളിൽ ചിന്തയോട് കടന്നു വന്നല്ലോ. Lord, wash my eyes, oh God. ഓ, എന്റെ കണ്ണിനെ ഒന്ന് നോക്കണേ, ശുദ്ധീകരിക്കണമേ. I saw so many things I shouldn't have seen. ദൈവഹിതമില്ലാത്തത് പലതും ഞാൻ കണ്ടല്ലോ. Oh God, wash my ears. എന്റെ കർണങ്ങളെ ഒന്ന് I ശുദ്ധീകരിക്കണമേ. heard and listened to so many things I shouldn't be listening. കേൾക്കരുതാത്ത പലതും എന്റെ ചെവി കൊണ്ട് ഞാൻ This കേട്ടല്ലോ. morning, the loving God is telling you, if you let me, I will wash you white as snow this നിങ്ങൾ morning. അനുവദിക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ ഭാഗങ്ങളെ കഴുകാൻ പോകുന്നു യഥാർത്ഥമായി ദൈവം വിളിച്ചു പറയുന്നു. Let him wash you. ഇന്ന് രാവിലെ ഒരു കഴുകൽ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Jesus washed his disciples. ആമേൻ. ആ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു. Look, 6 things happened. We have not even partook of the bread or anything yet. ആമേൻ. ഇവിടെ 6 കാര്യങ്ങൾ നടന്നപ്പോൾ ഇതുവരും നമ്മൾ അപ്പക്കഷ്ണത്തിൽ ബ്രെഡ് Up എടുക്കുന്നു. to this point, they're getting the people ready. ആമേൻ. ഇതുവരെ ആ ജനത്തെ ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ്. You see, I'm talking about the preparation that goes for the Old Testament table of remembrance. പഴയ നിയമത്തിലെ ആ ഓർമ്മയുടെ ആ മേശയിലെ ആ കടന്നു വന്ന 6 കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞത്. How much more prepared we should be when we partake of the New Testament table. അപ്പോൾ of എന്താണ് ഈ remembrance. പുതിയ നിയമ കർത്തൃമേശയിൽ വരുമ്പോൾ എത്രമാത്രം തയ്യാറെടുപ്പോടുകൂടിയായിരിക്കണം നിങ്ങൾ They had വേണ്ടത്. to go through all these steps to remember an animal lamb that was set for them. ആമേൻ. ഇത്രയും കാര്യങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ കുഞ്ഞാടിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്തെടുക്കണം. How much more we must do to remember the one who shed us for his blood on the cross for us. ആമേൻ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായ ഒരുവന് വേണ്ടി നമ്മൾ എത്രമാത്രം തയ്യാറെടുപ്പോടുകൂടിയായിരിക്കണം. This is not something to be taken casually. ആമേൻ. അവർ ആചാരമായി എടുക്കേണ്ടത് ഒന്നല്ല ഈ തിരുമേശ എന്ന് We പറയുന്നത്. must come with that kind of preparation before the table of the ഓ, remembrance. ദൈവസന്നിധി കർത്തൃമേശ മുമ്പാകെ വരുമ്പോൾ അത്രമാത്രം ഒരുക്കത്തോടു കൂടിയായിരിക്കണം നാം വരേണ്ടത്. Amen. After all this, they finally take the bread and they break it. ആമേൻ. അവസാനമായി അവർ ആ റൊട്ടി കഷ്ണം എടുത്തിട്ട് അവർ മുറിക്കുന്നു. And the first thing they do is they dip it in this horseradish. അവിടെ അവര് ആ ഒരു കഷ്ണം ഒരു ചെറു ചീര കൊണ്ട് അവര് മുക്കുന്നു. Yeah, they dip it in that horseradish. That horseradish is the most disgusting thing. ആമേൻ. ഏറ്റവും വെറുക്കപ്പെട്ടതായിട്ട് ഒന്നാണ് ഹോഴ്സ് റാഡിഷ് എന്ന് പറയുന്നത്. I mean, they say that at the Israeli horseradish, even the smell of it, you will become nauseous. അതിന്റെ വാട പോലും അവർക്കത് വെറുക്കപ്പെട്ടതായിട്ട് ഇരിക്കുന്നു. Not only they had to smell it, they had to take
it and eat this thing. അത് എടുത്തിട്ട് അവരത് കഴിക്കുക തന്നെ ചെയ്യണം. This thing is so bitter. അത് വളരെ കയ്പേറിയ ഒന്നാണ്. Yeah, Pavikia times 10, Karela times 10. It is the worst thing. വളരെ അധികം കയ്പേറിയ വെറുക്കപ്പെട്ടതായിട്ടുള്ള ഒരു ഇതാണ് ഹോഴ്സ് റാഡിഷ് എന്ന് പറയുന്നത്. Yeah, and it's so bitter that what will happen to the Israelites who partake of this, their face will turn red. ആമേൻ. ഇതെടുക്കുമ്പോൾ അവരുടെ മുഖം ചുവപ്പുള്ളതായി കാണുന്നു. And their eyes will start to water. അവിടെ അവർ കണ്ണുനീരൊഴുക്കാൻ തുടങ്ങും. That's how bitter it is. അത്രമാത്രം കയ്പേറിയ ഒരു ഇലയാണത്. It is to remember the bitter experience they had in Egypt. അവിടെ മിസ്രൈമിൽ എത്രമാത്രം കയ്പേറിയ അനുഭവത്തോട് വന്നു എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇത് കഴിക്കുന്നത്. Hello. ആമേൻ. After this, they had to somehow get the taste out of this mouth. So then they take another piece of bread and dip it in the fruits and nuts. They have a small like a mixture they make, and they dip that bread and eat that fruits and nuts. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർ ഫ്രൂട്ട്സിന്റെ നട്ട്സിന്റെ അകത്ത് ഡിപ്പ് ചെയ്തിട്ട് മുക്കിക്കൊണ്ടിട്ട് അവരത് കഴിക്കുന്നു. Yeah, that is to predominantly take away this bitter taste out of their mouth. അത് യഥാർത്ഥമായിട്ട് അത് ഈ ബിറ്റർ ടേസ്റ്റ് കയ്പേറിയ അനുഭവം കളയാൻ തക്കവണ്ണമാണ് അത് കഴിക്കുന്നത്. Those nuts and those fruits is to remind them of the bricks that the forefathers had to make in Egypt. ആമേൻ. പൂർവ്വപിതാക്കന്മാര് അവരുടെ മിസ്രൈമിൽ ഉണ്ടാക്കിയ കട്ടകളെ അത് അനുസ്മരിക്കുവാൻ തക്കവണ്ണമാണ് ഈ ഫലങ്ങളും കായ്കനികളും അവർ That's why കഴിക്കുന്നത്. you don't see blueberry, raspberry, strawberry. You see apple, pear, nut, those kind of brownish color things. It is to remind them of the bricks that their forefathers had to make with struggle. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന ഫലങ്ങളെ ബ്രൗണിഷ് കളറിൽ കാണിക്കുന്നത് അവരുടെ പൂർവ്വപിതാക്കന്മാർ ഉണ്ടാക്കിയ കട്ടയുടെ കളറിനനുസരിച്ചാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. Okay, now we come to the New Testament. നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ Jesus Christ, when he got to this point, he makes a statement: one of you will betray me. ഇവിടെ വന്നപ്പോൾ യേശുക്രിസ്തു പറയുന്നത് നിങ്ങളിൽ ഒരുവൻ എന്നെ ചതിക്കും, ഒറ്റുകൊടുക്കും. The disciples are, who is it? Is it me? Is it me? Most likely it's that other person. ആമേൻ. ഞാനാണോ ആരാണ് എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ Jesus makes a statement: it is the one whom I take this bread and dip it and give it to them. എന്നോട് കൂടെ കൈതാലത്തിൽ മുക്കുന്നു, ഞാൻ ആർക്ക് കൊടുക്കുന്നു അവനാണ് എന്നെ ഒറ്റുകൊടുക്കാൻ പോകുന്നത്. Talking about this. ആമേൻ. Talking about taking that bread and dipping it in this horseradish and giving. ആമേൻ. എവിടെയാണോ അത് മുക്കിയിട്ട് കൊടുക്കുന്ന ഹോഴ്സ് റാഡിഷ് മുക്കിയിട്ട് കൊടുക്കുന്നതിനെയാണ് ഇത് കാണിക്കുന്നത്. And it says in the scriptures he gave it to Judas, but reality he gave to all of his disciples. ആമേൻ. യൂദയ്ക്ക് കൊടുക്കുന്നുണ്ട്, യഥാർത്ഥമായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. Because all of them betrayed him. ആമേൻ. എല്ലാവരും ഒറ്റുകൊടുക്കുന്നുണ്ട്. He gave it first to Judas. അതാണ് യഥാർത്ഥമായി യൂദയ്ക്കാണ് ആദ്യമേ കൊടുക്കുന്നത്. Now imagine Judas taking this. ആമേൻ. യൂദയുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു: His face is turning red. അവന്റെ മുഖം ചുമന്നുപോയി, His eyes are watering. അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു. That was the best opportunity he had to tell the Lord, Lord, I messed up. ദൈവമേ, എനിക്ക് തെറ്റ് വന്നു പോയി എന്ന് പറയാൻ പറ്റിയ അവസരം അതായിരുന്നു. ആമേൻ. Judas does not. ആമേൻ. ബാപ്പവേക്ഷിക്കേണ്ടതിന് പകരം അത് ചെയ്യാതെ മാറി നിന്ന്. Think about this. He is able to cry about some food item in his mouth, but he's not able to shed a tear about the mistake he made. കഴിച്ച ആഹാരം കൊണ്ട് അവൻ കരഞ്ഞെങ്കിൽ എന്നാൽ ചെയ്ത തെറ്റുകൾ ഓർത്തവന് കരയുവാൻ യൂദ It is തയ്യാറായില്ല. at that point we read the next verse. Satan entered his heart. ആ സമയത്താണ് സാത്താൻ അവന്റെ ഉള്ളിൽ കടന്നു എന്ന് അടുത്ത വചനഭാഗത്തിൽ നാം വായിക്കും. Child of God, this morning as the table of the Lord is before us. ആമേൻ. നമ്മുടെ കർത്തൃമേശ നമ്മുടെ മുമ്പിലായിരിക്കുന്ന സഹോദര സഹോദരി, Amen. Can our eyes be filled with tears this morning? നമ്മുടെ കണ്ണുനീര് കൊണ്ടൊന്ന് നിറയ്ക്കാമോ? This is the best opportunity for you to confess to the Lord. ആമേൻ. ദൈവത്തോട് കുറ്റസമ്മതം നടത്താനുള്ള യഥാർത്ഥമായ ഒരു സന്ദർഭമാണ് നിങ്ങളുടെ This മുമ്പിലായിരിക്കുന്നത്. is the divine moment for you. ഒരു ദൈവിക സന്ദർഭമാണ് നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നത്. We can cry about our situations. നമ്മുടെ സാഹചര്യങ്ങളെ ഓർത്ത് നമുക്ക് കരയാം. We cry about so many other things. മറ്റുള്ള കാര്യങ്ങളെ ഓർത്ത് നാം കരയാറുണ്ടല്ലോ. This morning, if we are not able to cry about our life and how we have lived our life, this morning we must really ask ourselves, am I really sensitive to the voice of the Lord? ആമേൻ. നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നതിനെ ഒന്ന് വിശകലനം ചെയ്തിട്ട് അതിനനുസരിച്ചൊന്ന് കരയുവാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ? It is after this point that they eat
their main meal. അതിനുശേഷമാണ് യഥാർത്ഥ അവിടെ അത്താഴത്തിലേക്ക് അവർ കടന്നു വരുന്നത്. Yes, this is the when they take the lamb that they cut, they make a nice stew and things, and they eat it from here. അവിടെയാണ് അവർ ആടിനെ എടുത്ത് അവിടെ കുക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് അവർ കഴിക്കുന്നു. I don't know what the vegetarian people ate, but everybody was eating during this time. വെജിറ്റേറിയൻ പീപ്പിൾ എന്ത് കഴിക്കത്തില്ല, എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും ഇത് അവർ കഴിക്കുന്നു. This is the main meal. ഇതാണ് യഥാർത്ഥ ഭക്ഷണം. Now we come after the meal. അതിനുശേഷം ആ ഭക്ഷണത്തിന് ശേഷം, Yes, that's why we read after the supper. അത്താഴത്തിന് ശേഷം, after the meal, what all happens? അത്താഴത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നതാണ് വീണ്ടും കാണുന്നത്. When they say അത്താഴ ശേഷം, it's talking about this after this meal. ഈ അത്താഴത്തിന് ശേഷമാണ് അടുത്തത് പറയുന്നത്. What's supposed to happen next is that the eldest or the master of that house is supposed to say a prayer. ആമേൻ. അവിടെ അതിനുശേഷമാണ് അവിടെ ആയിരിക്കുന്ന മൂപ്പന്മാര് ദൈവത്തോട് പ്രാർത്ഥിക്കണം. Yeah, it's supposed to pray for them and the peace and the requesting God's peace and mercy in their life. സമാധാനത്തിനും കരുണയ്ക്കും അവരുടെ ജീവിതത്തിലേക്കുള്ള കരുണയ്ക്കും സമാധാനത്തിനും വേണ്ടി അവര് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. This is where Jesus, now Gospel of John chapter 17. യോഹന്നാന്റെ സുവിശേഷത്തിലെ 17-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ഇവിടെ അങ്ങനെ ഒക്കെ കാണിക്കുന്നുണ്ട്. Instead of praying for the peace and mercy for them, Jesus says, Father, the hour has come. ആമേൻ. അവർക്ക് വേണ്ടിയുള്ള സമാധാനത്തിനും കരുണയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരമായിട്ട് ആ സമയം ആയിരിക്കുന്നു എന്ന് പിതാവിനോട് പറയുന്നു. Because Jesus understood, the peace and mercy that they need comes from me. ആമേൻ. ഞാനാണ് സമാധാന സന്തോഷം, അത് എന്നിൽ നിന്നാണ് ഇത് അവർക്ക് അവരുടെ ഉള്ളിലേക്ക് പോകുന്നത്. He's saying, Father, the hour has come for me to give the peace and mercy to these people. സമാധാനവും കരുണയും ഈ ജനത്തിന് നൽകുവാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു എന്ന് ദൈവത്തോട് വിളിച്ചു പറയുന്നു. I wish I had another 20 minutes to talk about John 17, but I have to move quickly. ആമേൻ. വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ഭാഗത്തിലേക്ക് എനിക്ക് പോകണമുണ്ട്. It is at that point that they take, after the prayer, they give thanks and take the next bread and the next cup. ആമേൻ. അതിനുശേഷമാണ് അവർ ദൈവത്തിന് സ്തോത്രം കൊടുത്തിട്ട് അടുത്ത പാനപാത്രം എടുക്കുന്നത്. What is this bread? എന്താണ് ഈ റൊട്ടി അപ്പക്കഷ്ണം കൊണ്ട് അർത്ഥമാക്കുന്നത്? Remember I told you in the beginning, they take the second piece and put it aside. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, രണ്ടാമത്തെ അപ്പം എടുത്തിട്ട് മാറ്റി വെച്ചെന്ന് പറഞ്ഞല്ലേ. This bread that they take for this part is that second piece that was hidden or put aside, they will bring back. ഈ സമയത്തേക്കാണ് ആ രണ്ടാമത്തെ അപ്പക്കഷ്ണം ഇവിടെ Now കൊണ്ടുവരുന്നത്. in the Passover context, it is supposed to look forward to the redemption that will come for the people of Israel. ഈ ഇസ്രായേൽ ജനത്തിന് വന്നിരുന്ന വീണ്ടെടുപ്പിനെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ മൂന്നാമത്തെ കപ്പ് കാണിക്കുന്നത്. ഇസ്രായേൽക്ക് ഇനി മെസ്സിഹാവിൽ കൂടെ വരാൻ പോകുന്ന വീണ്ടെടുപ്പിന്റെ പ്രത്യാശയോട് അല്ലെങ്കിൽ പ്രത്യാശ ഉള്ളതുകൊണ്ട് അവർ എടുക്കുന്ന അപ്പവും മീനും. They take it with hope, looking forward to the redemption that is coming. അവൻ അവർക്ക് വരാൻ പോകുന്ന മെസ്സിയായുടെ ആ മെസ്സിയയെ ഓർത്താണ് അവർ മൂന്നാമത്തെ കപ്പ് എടുക്കുന്നത്. It is at this moment Jesus takes the bread and give thanks and said, not the Messiah is coming. He said, this is my body, which is broken for you. Amen. Do this in remembrance of me. ആമേൻ. മെസ്സിഹ വരുന്നതിന് പകരമായിട്ട് ഇത് എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് യേശുക്രിസ്തു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കുന്നു. Then he takes the cup and said, this is the blood of my new covenant, which is shed for you. As often as you do it, do this in remembrance of me. രണ്ടാമത് എടുത്തിട്ട് പറയുന്നു, ഇത് പുതിയ നിയമത്തിന്റെ എന്റെ രക്തമാണ്, ഇത് ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറയുന്നു. Look at that. As Jesus takes the second bread that was hidden and breaks it, he is indirectly showing what? The second person in the triune God that was hidden from age to age is now going to be broken in front of humanity. ആമേൻ. രണ്ടാമതായി കടന്നു വരേണ്ടത് യേശുക്രിസ്തു ഈ രണ്ടാമത്തെ അപ്പക്കഷ്ണം എടുത്തിട്ട് കടന്നു വരേണ്ടവൻ ഞാൻ ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കടന്നു വന്നിരുന്നു എന്ന ഓർമ്മയ്ക്കായി എടുത്ത് മുറിച്ചു കൊടുക്കുന്നു. Nobody can make these things up. ആമേൻ. മറ്റുള്ളവർക്ക് ഇങ്ങനെ ചെയ്യുവാൻ കഴിയത്തില്ല. ഇത് ഉണ്ടാക്കി പറയാൻ പറ്റത്തില്ല. The way the Old Testament, New Testament come together. ആമേൻ. ഇവിടെ ഒരുമിച്ച് പഴയ നിയമവും പുതിയ നിയമവും ഒരുമിച്ച് പോകുന്ന ഒരവസ്ഥയാണ്. Amen. It is after this point,
Amen. After they take the third cup and they do this, then they take the fourth cup. ആമേൻ. മൂന്നാമത്തെ കപ്പിന് ശേഷമാണ് നാലാമത്തെ കപ്പ് എടുക്കുന്നു. It is at that point, this is called the cup of celebration. അവിടെ ആഘോഷത്തിന്റെ കപ്പായിട്ട് പാനപാത്രമായിട്ട് അടുത്ത നാലാമത്തെ What കപ്പ് they're എടുക്കുന്നു. supposed to do is they're supposed to sing Psalms 115 to 118. 115 തൊട്ട് 118 സങ്കീർത്തനം വരെ അവർ പാടി I പാടുന്നു. don't have time to look into them. When you go home, take a look at those Psalms. Amen. Amen. The mercy of the love of the Lord is faithful forever and ever. ആമേൻ. ദൈവം എല്ലായ്പ്പോഴും വിശ്വസ്തനായിരുന്നു എന്ന് ആ സങ്കീർത്തനത്തിൽ കൂടെ He വിളിച്ചു says പറയുന്നു. that his mercy endures forever. അവന്റെ കരുണ എല്ലായ്പ്പോഴും നിലനിൽക്കുന്നു എന്ന് വിളിച്ചു പറയുന്നു. And they're supposed to sing this Amen Psalms and drink of this last cup. ആമേൻ. ഈ നാലാമത്തെ കപ്പ് കുടിക്കുമ്പോൾ അവർ ഈ സങ്കീർത്തനം ഇങ്ങനെ പാടിക്കൊണ്ട് But here Jesus takes the last cup. Mark chapter 14. He says there, he takes the cup and says, I will no longer drink the fruit of the wine on this earth with you. ഞാൻ ഇനി നിങ്ങൾ ഈ മാർക്കോസ് സുവിശേഷം 14 പറയുന്നു, ഇനി ഞാൻ ഈ കപ്പ് ഈ രാജ്യം വരുവോളം ഞാൻ ഈ കപ്പ് അനുഭവിക്കില്ല എന്ന് പറയുന്നു. Jesus never drank the fourth cup. ആ നാലാമത്തെ കപ്പ് യേശുക്രിസ്തു അവിടെ കുടിക്കുന്നില്ല. He said, we will drink it together, not here, when my kingdom comes. ആമേൻ. എന്റെ രാജ്യം വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ നമ്മൾ ഈ പാനപാത്രം Hallelujah. There we will celebrate together. ആമേൻ. ആ സമയത്ത് നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് സെലിബ്രേറ്റ് Are ചെയ്യും. we looking forward to that day? ആ ഒരു സന്ദർഭത്തിലാണോ ഞാൻ നിങ്ങൾ നോക്കി കാണുന്നത്? This morning we are not waiting to go to heaven to escape the problems of this earth. ആമേൻ. ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുവാനുള്ള ഒന്നല്ല യഹോവൻ എന്ന് പറയുന്നത്. I'm sick, struggling home, struggling work, struggling this. കർത്താവേ എങ്ങനെയെങ്കിലും വരണേ. No, that's not what we're saying. ആമേൻ. നമ്മുടെ ഇവിടെ ആയിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവെ ഒന്ന് വന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് വേണ്ടിയല്ല ആയിരിക്കുന്നത്. Oh, we were looking forward to celebrating with our Lord over there. ആമേൻ. കർത്താവുമായിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുവാനാണ് നാം നോക്കി കാണുന്നത്. Praise the Lord. Thank you, Lord. I gave you all this historical context to prove one thing. The Lord's table is not something that just came about in the New Testament. It was always in the eternal plan of God. ആമേൻ. പെട്ടെന്നൊന്ന് പുതിയ നിയമത്തിൽ കടന്നു വന്നല്ല, ഇത് നിത്യമായി അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിട്ടാണ് ഇത് ദൈവം ഒരുക്കിയിരിക്കുന്നത്. ആമേൻ. നൂറ്റാണ്ടുകൾ ആമേൻ സമയത്തിന്റെ ആരംഭത്തിൽ നിന്ന് ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന മർമ്മമാണ് കർത്താവിന്റെ തിരുമേശ. This was the mystery in the heart of God from the beginning of time. ഈ ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിന്റെ ഉള്ളിൽ കിടന്ന ഒരു മറിഞ്ഞിരിക്കുന്ന മർമ്മമാണ് ഈ കർത്തൃമേശയിൽ കൂടി വിളിച്ചു പറയുന്നത്. This is why Apostle Paul says, അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞത്, when you partake of this table, ആമേൻ, ഈ കർത്തൃമേശയിൽ നിങ്ങൾ ഭാഗമാകുമ്പോൾ you must do it in a worthy manner. ആമേൻ, യഥാർത്ഥമായി യോഗ്യമായി തന്നെ ഇത് ചെയ്യണം. The Passover table, you can say, I am in covenant, I am circumcised, and you can take it whatever way you want. ആമേൻ. പെസഹയുടെ സമയത്ത് ഞാൻ പരിച്ഛേദന ഏറ്റതാണ്, എനിക്ക് അത് എടുക്കാമെന്ന് പറയാം. Yeah, just pour a little water on my hand, everything is good, I take it. കൈ കഴുകിയിട്ട് നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യാം. What Paul is saying, when you take part of this table of remembrance, എന്നാൽ കർത്തൃമേശ നമ്മൾ ഇത് എടുക്കുമ്പോൾ you cannot just say, I'm saved, I'm baptized, it's okay, and come. ഞാൻ സ്നാനപ്പെട്ടു, അതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് വന്നെടുക്കാമെന്ന് പറയാം. You must partake of it in a worthy manner. യോഗ്യമായി തന്നെ വേണം ഈ കർത്തൃമേശയിലേക്ക് നിങ്ങൾ Why? ഭാഗമാകുവാൻ. Because this is an eternal ministry. ഇതെന്ന് പറഞ്ഞാൽ ഒരു നിത്യ ശുശ്രൂഷയാണ്. ദൈവത്തിന്റെ നിത്യ പദ്ധതിയുടെ പ്രകാരത്തിൽ വെളിപ്പെട്ട ശുശ്രൂഷയാണ് കർത്താവിന്റെ മേശ. It is a table that is revealed based on the eternal plan of God. ആ ദൈവത്തിന്റെ ഒരു നിത്യ പദ്ധതിയായിട്ടാണ് ഈ കർത്തൃമേശയിലൂടെ നാം കാണുന്നത്. We must examine ourselves. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തിട്ട് വേണം ഇത് ചെയ്യുവാൻ. Amen. We must examine ourselves before we partake of this. ഇത് എടുക്കുന്നതിന് മുമ്പ് നമ്മെ തന്നെ യഥാർത്ഥമായി ഒന്ന് ശോധന ചെയ്തിട്ട് വേണം എടുക്കുവാൻ. Our heart, our mind, our actions, our words, our dealings, everything this morning we must examine before we partake of it. ദേഹം, ദേഹി, ആത്മാവ്, നമ്മുടെ വാക്കുകൾ, പ്രവർത്തികൾ, ചിന്തകൾ എല്ലാം ഒന്ന് ശോധന ചെയ്തിട്ട് വേണം ഈ കർത്തൃമേശയിൽ. Paul says, if you partake of this in an unworthy manner, അയോഗ്യമായി നിങ്ങൾ ഇതിന്റെ അകത്ത് ഭാഗമാകുവാണെങ്കിൽ, listen to me very carefully. This is very serious. He says, if you partake of it in an unworthy manner, you bring judgment upon yourself. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ന്യായവിധി വിളിച്ചു വരുത്തും. നിങ്ങൾ അയോഗ്യമായി ചെയ്യുന്ന ന്യായവിധി നിങ്ങൾക്ക് തന്നെ വിളിച്ചു വരുത്തുമെന്ന് What പറയുന്നു. is that judgment? എന്താണ് ആ ന്യായവിധി എന്ന് പറയുന്നത്? Paul says, some of you because of this have become weak. നിങ്ങൾ ചിലരിൽ പലരും നിങ്ങൾ ബലഹീനരാവാൻ സാധ്യതയുണ്ട്. Some of you have become sick. നിങ്ങൾ അസുഖത്താൽ കിടക്കാൻ കഴിയും Some സാധ്യതയുണ്ട്. of you have even died. നിങ്ങൾ പലരും മരണപ്പെടുവാൻ സാധ്യതയുണ്ട്. Hello. We're not talking about one case that happened.
for Paul to say, some of you, this is happening, and for him to address this in the letter to the church, that means in the early church, this was happening in multiple places in multiple times. ഇത് എടുത്തപ്പോൾ പല സഭകളിലും അത് സംഭവിച്ചതുകൊണ്ട് അതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ എഴുത്തിൽ കൂടി പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുക. And we often pray, Lord, give us the experience of the early days apostles. This also is part of that. ആദിമ നൂറ്റാണ്ടിലെ അനുഭവം ഞങ്ങൾക്ക് അപ്പോസ്തലന്മാരുടെ അനുഭവം ഞങ്ങൾക്ക് തരണമെന്ന് നിങ്ങൾ പാടി ആരാധിക്കുമ്പോൾ ഇതും അതിനകത്തുള്ളതാണ്. We've been praying, God, give us the move of God. That doesn't just mean prophecy, healing and deliverance. That also means judgment for sin. പ്രവചനവും വിടുതലും ഒക്കെ നിങ്ങൾ പറയും, എന്നാലോ ഇതിനകത്തുള്ളത് അത് ചിലതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട്. Amen. You and I, including me as a minister, amen, if we partake of it in an unworthy manner, there is a possibility for weakness, sickness and even death. ആമേൻ. ബലഹീനരായിട്ട് അയോഗ്യരായിട്ട് നമ്മൾ ഇതിനകത്ത് കടന്നു വരുമ്പോൾ പലരും ബലഹീനരായിട്ട് ഭാവിപ്പോണ്ട്, രോഗത്തിലാവുന്നുണ്ട്, പലരും മരണപ്പെടുവാൻ സാധ്യതയുണ്ട്. I don't want any one of us walking out in a body bag today. ഒരു ബോഡി ബാഗിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആർക്കും ഇടവരുത്തില്ല. Nobody should leave this place experiencing the judgment of God. ഒരു ന്യായവിധി, ദൈവത്തിൽ നിന്നൊരു ന്യായവിധി ആയതുകൊണ്ട് ഇതിനകത്തുനിന്ന് ആരും ഇറങ്ങിപ്പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. So you may say, Pastor Andrew, well, I'm not worthy to stretch my hand on this table. ഞാൻ ഇതിൽ ഈ കർത്തൃമേശയിലേക്ക് ഭാഗവാൻ ഞാൻ യോഗ്യനല്ല എന്നൊരു പക്ഷെ നിങ്ങൾ പറയാം. There are things in my life that make me unworthy. എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇതിന് ഭാഗമാകുവാൻ അതിന് സമ്മതിക്കുന്നില്ലല്ലോ. What should I do? ഞാൻ എന്താ ചെയ്യേണ്ടത്? Malayali churches oftentimes say, if you are unworthy, stay away from this table. നിങ്ങൾ അയോഗ്യരായി നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഇവിടെ ഒന്ന് മാറി നിൽക്കുവാൻ മലയാളി സഭകൾ പറയുന്നു. Yeah, but I don't agree with that. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. Because you come to church, you sing, you pay your tithe, you do all this thing, and then you come to the Lord's table and then you say, I cannot take the Lord's table. നിങ്ങൾ സഭയിൽ കടന്നു വരുന്നു, നിങ്ങൾ പാടുന്നു, നിങ്ങൾ ജയിത്ത് കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു, എന്നാൽ കർത്തൃമേശ വരുമ്പോൾ പാവമാകാൻ കഴിയത്തില്ല എന്ന് പറയുന്നത്. No. If you're not worthy to take with the Lord's table, you shouldn't even come to church. It's my opinion. നിങ്ങൾ കർത്തൃമേശ ഭാഗമാകുന്നില്ല, നിങ്ങൾ പിന്നെ ഇതിനകത്ത് വരണമെന്നുമില്ല, ഈ സഭയിലേക്ക് വരണമെന്നും ഞാൻ പറയുന്നു. You're wasting your time. If you cannot take of the Lord's table, will God receive your worship? അപ്പൊ നിങ്ങൾക്ക് കർത്തമേശ ഭാഗമാകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ദൈവം അത് സ്വീകരിക്കും എന്ന് തോന്നുന്നു. If there are things in your life that prevent you from taking the Lord's table, will God receive your tithe? ആമേൻ. കർത്തൃമേശയിൽ നിങ്ങൾ അയോഗ്യരായി നിൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ദശാംശം ദൈവം എങ്ങനെ സ്വീകരിക്കും? Other pastors may be okay with this, but the pastors in this church is not going. We don't want your money. We want you. ശുശ്രൂഷർ, അനേക ശുശ്രൂഷകർ അതൊക്കെ സമ്മതിക്കുമായിരിക്കും, എന്നാൽ ഈ സഭയിലെ ശുശ്രൂഷകന് അത് സമ്മതിക്കത്തില്ല. അങ്ങനത്തെ ഒരു പണം ഈ സഭയ്ക്ക് ആവശ്യമില്ല. Second thing is this: if you have things in your life that make you unworthy to partake of the table, if the coming of the Lord takes place the very second, wouldn't that also hinder you being taken up with Him in glory? ആമേൻ. നിങ്ങൾ അയോഗ്യരായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ഞൊടിയുടെ ഇവിടേക്ക് വരുമ്പോൾ എങ്ങനെ നിങ്ങൾ ആ ബൗദ്ധത്തിലേക്ക് പ്രവേശിക്കും? എനിക്ക് തിരുമേശ എടുക്കാൻ തടസ്സമുള്ള വിഷയങ്ങളുടെ ജീവിതമാണ്, പക്ഷെ കർത്താവിന്റെ വരവ് തടസ്സമല്ല. That makes no sense. ആമേൻ. So what do I do if I have something in my life that makes me unworthy? ആമേൻ. എന്നാൽ കർത്തൃമേശയ്ക്ക് അയോഗ്യമായി എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? Make it right this moment. Make it right this moment. ഈ സമയത്ത് തന്നെ നിങ്ങൾ അത് യഥാർത്ഥമായി അത് റൈറ്റ് ആയിട്ട് എടുക്കുക. ഈ നിമിഷത്തിൽ തന്നെ ആ വിഷയത്തിൽ നിരപ്പപ്രാപിക്കുക. ആമേൻ. ആമേൻ. It doesn't take much. ആമേൻ. All അധിക it സമയം takes is saying, Lord, forgive me. ആമേൻ. ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് വിളിച്ചു പറയാമോ? That's all. From the bottom of your heart, Lord, forgive me. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് There വിളിച്ചു is പറയാമോ? no sin that He cannot forgive this morning. ഒരു ക്ഷമിക്കപ്പെടാത്ത ഒരു പാപവും ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ കാണുന്നില്ല. There is nothing in your past that He cannot forgive. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന എല്ലാ പാപങ്ങളും അവിടുന്ന് മോചിച്ചു തരുന്നതാണ്. I don't care what you may be the most sinning sinner here today. ഇന്ന് പ്രഭാതത്തിൽ ഏത് അധമ പാപത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു വന്നത്? You may say, Pastor, you don't even know the half of what I'm doing behind the closed doors. രഹസ്യമായി ചെയ്യുന്ന പകുതി കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അറിയത്തില്ല. ആമേൻ. എന്റെ രഹസ്യ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പാപങ്ങൾ ഒരു പക്ഷെ ഇവിടെ ആയിരിക്കുന്നവർക്ക് അറിയത്തില്ല. I don't need to know. എനിക്കത് അറിയണമെന്നുമില്ല. But I'm here to tell you, the one who knows is saying, I will forgive you. ആമേൻ. എന്നാൽ ഞാൻ അറിയുന്നില്ല, എന്നാൽ നിങ്ങളെ അറിയുന്നവൻ ഞാൻ നിങ്ങളെ ക്ഷമിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നു. I will forgive you. ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. I will forgive you. ആമേൻ. ഞാൻ നിങ്ങളെ ക്ഷമിച്ചിരിക്കുക. Also Paul says we must discern the body of the Lord.
നമ്മൾ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കണം. What does it mean to discern the body of the Lord? What does it mean to discern the body of the Lord? എന്താണ് നമ്മുടെ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കുക എന്ന് പറയുന്നത്? Number one, it is to discern the symbolic body, which is the bread and the wine that is before us today. ഈ അപ്പവും ഇവിടെ ആയിരിക്കുന്നത് അത് യേശുവിന്റെ ശരീരത്തെയാണ് വിവേചിച്ച് കാണിക്കുന്നത്. This is not a time to be thinking about some game or something after church. You must be thinking and meditating and focusing on the bread and the wine, and that is in front of us today. ആമേൻ. ഇവിടെ ആയിരിക്കുമ്പോൾ ഇത് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ കഴിഞ്ഞു പോകുന്ന കളികളെ പറ്റിയോ മറ്റൊന്നിനെ പറ്റിയല്ല, ഇവിടെ ആയിരിക്കുന്ന അപ്പത്തും വീഞ്ഞിന്റെ യഥാർത്ഥമായ അർത്ഥമാണ് നിങ്ങൾ ഗ്രഹിക്കേണ്ടത്. Number two, you must discern the spiritual body, which is the church of God. ആമേൻ. ദൈവത്തിന്റെ സഭയായ ആത്മീയ ഭാഗങ്ങളെയാണ് നാം ചിന്തിക്കേണ്ടത്. This is, Amen. You need to ask, am I in good relation with all my brothers and sisters? ഞാൻ എൻ്റെ സഹോദരന്മാരോട് യഥാർത്ഥമായ ആത്മാർത്ഥ ബന്ധമാണോ പുലർത്തുന്നത്? എൻ്റെ സഹോദരനുമായി എനിക്ക് എന്തെങ്കിലും പിണക്കമുണ്ടോ? എന്തെങ്കിലും വിഷയമുണ്ടോ? Is there any unresolved issue? If there is, I cannot partake with this table without fixing that. ആമേൻ. ഞാൻ അത് ഫിക്സ് ചെയ്യാതെ ഞാൻ ഇതിന്റെ അകത്തേക്ക് കടക്കാൻ സാധ്യമല്ല. Hello. This morning, if there is, make a decision right after the service. I'm going to take that brother or sister, hug them, ask forgiveness, and get that cleared up. ആമേൻ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ അവരെ എംബ്രേസ് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് കടന്നു പോകും. Number three, we must discern the physical body of the Lord Jesus Christ. ആമേൻ. യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ ശരീരത്തെ നാം യഥാർത്ഥമായി വിവേചിക്കണം. The body that was bleeding from head to toe. ആമേൻ. നമുക്ക് തല തൊട്ടും പാദം വരെ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞതല്ലേ? That body that was beaten. ആമേൻ. ആ ശരീരത്തിന്മേലാണ് അടി ഏൽക്കപ്പെട്ടത്. The Roman whip that they used to beat him, it was made with the animal bones. ആമേൻ. മൃഗത്തിന്റെ എല്ലുകൊണ്ടുണ്ടാക്കിയ ആ ചാട്ടമാറ് കൊണ്ടല്ലേ ശരീരം ഉഴുതുമറിച്ചത്. When it hits the skin of the person, it grabs the skin and it pulls the skin off of the head. ആമേൻ. ആ ശരീരത്തിന്മേൽ അടിക്കുമ്പോൾ ആ ശരീരത്തിന്റെ മാംസങ്ങൾ ഇളകി വരുന്ന രീതിയിലല്ലേ അവിടുന്ന് അടിച്ചത്. They spat on that body. അവിടെ കമ്പുകൾ കുന്തങ്ങൾ കുത്തി ഇറക്കിയില്ലേ? And they put a crown of thorns on their head. ആമേൻ. മുൾക്കിരീടമല്ലേ തലയിൽ ധരിപ്പിച്ചത്. And in that body, that weak body, he carried the cross. ആമേൻ. ആ ബലഹീന ശരീരം കൊണ്ടല്ലേ ആ ക്രൂശുമായിട്ട് ആ മലയിലേക്ക് കടന്നുപോയത്. It is on the cross they took a 6-inch nail and pierced his head. ആ ശരീരത്തിന്മേലല്ലേ 6 ഇഞ്ച് ആണി ആ പാദത്തിലും ആ കൈയിലും അവര് തുളച്ചു കയറ്റിയത്. The fairest of 10,000s, but Isaiah says, when you looked on him, you could not even recognize him. അവൻ ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഒരു പക്ഷെ അവനെ തിരിച്ചറിയുവാൻ കഴിയാത്ത ശരീരമാണ്. 10,000 സുന്ദരനായ ഓമനകുമാരൻ ആ ക്രൂശിന്മേൽ കിടക്കുമ്പോൾ കണ്ടാലും ആളറിയാത്ത രീതിയിൽ അവിടെ കിടക്കുക. He is the fairest of 10,000s, the beloved son of God, but on that cross you could not recognize him. അവൻ ആ ക്രൂശിലായിരിക്കുന്ന മനോഹര കുമാരന് അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആളറിയാൻ പറ്റാത്ത രീതിയിൽ അവിടെ കിടക്കുന്നു. Why did he die? Why did his body take that much torture? Amen. Why did his body take that much pain? എന്തുകൊണ്ടാണ് അത്രമാത്രം വേദന ആ ശരീരത്തിലൂടെ അനുഭവിച്ചത്? For me. ആമേൻ. എനിക്ക് വേണ്ടിയാ. For you. നിങ്ങൾക്ക് വേണ്ടിയാ. For every one of us. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയല്ലേ? Can we think about the cross this morning? ആമേൻ. ഇന്ന് ആ ക്രൂശിനെ യഥാർത്ഥമായി ഒന്ന് ചിന്തിക്കാമോ?